മറ്റു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ വലിയ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുവൈറ്റിലും ബഹ്റൈനിലും ജോർദാനിലുമൊക്കെ ഇറാന്റെ വലിയ ആക്രമണങ്ങൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത് 1/2 കിലോമീറ്ററെങ്കിലും, അതായത് അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് 1/2 കിലോമീറ്ററെങ്കിലും അകലം പാലിക്കണം ജനങ്ങൾ എന്നുള്ളതാണ്. കാരണം ഈ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ഇറാൻ കൂടുതലായും ആക്രമിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതിലൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ് വീണ്ടും വരുന്നത്. അതായത് ഇറാന്റെ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് അന്തമില്ലാതെ തുടരുകയാണ് എന്ന് തന്നെയാണ്. ഞങ്ങൾ കൃത്യമായ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. വിവിധ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് പ്രവാസികൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് വീണ്ടും മുന്നറിയിപ്പുകളുമായി മുന്നോട്ട് വരുന്നത്. അജയ്, ഇപ്പോൾ ബഹ്റിൻ, ജോർദാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലൊക്കെ ഇന്നലെ കനത്ത ആക്രമണമാണ് ഉണ്ടായത്. കുവൈറ്റിലൊക്കെ വലിയ തോതിലുള്ള തീപിടുത്തവും മറ്റും സംഭവിക്കുന്നുണ്ട്. ഖത്തറും ബഹ്റിനുമൊക്കെ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ബഹ്റിനിലെ ഈസ എയർബേസിലെ US ഇന്ധന ടാങ്കറുകളും വെയർഹൌസുകളും ബാരക്കുകളും ഒക്കെ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള ഭീഷണികൾ ഇറാന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഈ ആക്രമണങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിൽ തന്നെ ഇറാൻ ഗൾഫ് നാടുകളെ ലക്ഷ്യം വെച്ച് നിരവധി മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തൊടുത്തുവിട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തകർക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് പല ജനവാസ മേഖലകളിലും തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചുകൊണ്ട് ഈ മിസൈലുകളെല്ലാം നേരത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തരം ആക്രമണങ്ങളിലും ഈ ഡ്രോണുകളുടെയും അതുപോലെ മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ താഴേക്ക് വീണിട്ടുള്ള അപകടങ്ങൾ അതൊരു ഭീഷണി തന്നെയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ അങ്ങനെ കൂടുതലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഈ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ക്ലൂ തന്നെ തരുന്നത്. അതായത് ഇപ്പോൾ ഇറാൻ ആദ്യമായിട്ടാണ് ഈ രണ്ടാം ഘട്ട സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ US സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണം എന്നുള്ളത്. ഇത് IRGC കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഒരു 1/2 കിലോമീറ്ററെങ്കിലും ജനങ്ങൾ പിന്നിലേക്ക് മാറണം എന്നുള്ള ഒരു അറിയിപ്പാണ്. അത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ കൂടി കണക്കാക്കിയാണ് ഇത്തരം ഒരു അറിയിപ്പ് നൽകുന്നതെന്നും IRGC കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഇനി കൂടുതൽ ആക്രമണങ്ങൾ വേണമെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ചില നേതാക്കൾ, MB ഗാലിബാഫ് ആണെങ്കിലും അതുപോലെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ആണെങ്കിലും ഈ പശ്ചിമേഷ്യയിൽ ഒട്ടാകെ ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്നും അതിന് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ അതിർവരമ്പുകളും ഇറാന് തടസ്സമാകില്ല എന്നുമുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു ഭീഷണി എന്ന് പറയുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.